സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിരിച്ചു, ഇനി അറിയത്തില്ല ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടോ എന്ന്. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദേശത്ത് വന്നാൽ സ്തോത്രം, നിങ്ങൾ എന്നെ വരുത്തനായിട്ടൊന്നും കാണല്ല, നിങ്ങളുടെ സ്വന്തം സഹോദരൻ തന്നെയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നമുക്ക് ഒന്നിച്ച് കർത്തൃസന്നിധിയിൽ സന്തോഷിക്കുവാൻ അല്പസമയം ചിന്തിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷകൾക്ക് ശേഷം ഇവർ ഭക്ഷണം തന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഭക്ഷണം തന്നില്ലെങ്കിലും സ്തോത്രം, ഞാൻ രാത്രി പോയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സ്തോത്രം, രാത്രിയിൽ മടങ്ങി അബുദാബിക്ക് പോവുകയാണ്. നിങ്ങളൊക്കെ ഞങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറയാനിടയായല്ലോ, അവിടെ സ്തോത്രം ഗൾഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും, വലിയ എല്ലാവർക്കും ഷെയ്ഖുമാർ പൈസ ഇങ്ങനെ പോക്കറ്റിൽ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ സഞ്ചിക്കാത്ത ഷെയ്ഖുമാർ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് സ്തോത്രം ലക്ഷങ്ങളോ ആയിരങ്ങളോ പതിനായിരങ്ങളൊക്കെ റംസ് കൊണ്ട് തരികയല്ല. അവിടെ എല്ലാവരും രാവിലെ 6 മണിക്കും 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഷെയ്ഖിൻ്റെ തുപ്പും അടിയും പ്രൈസ് ദി ലോർഡ് അവൻ്റെ ചവിട്ടുമൊക്കെ കൊണ്ട് 10 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവിടെയുള്ള ജനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കിവിടെ മാങ്ങ പറിക്കാൻ മാങ്ങയുണ്ട്, നിങ്ങൾക്കിവിടെ ചക്ക കഴിക്കണ ചക്കയുണ്ട്. സ്തോത്രം. നിങ്ങൾക്കിവിടെ ഹല്ലേലൂയ ആടിൻ്റെ പാല് കറന്ന് കുടിക്കണ പാലുണ്ട്. സ്തോത്രം. അവിടെ അതൊന്നുമില്ല. രാവിലെ 5 മണിക്ക് പ്രിയ സഹോദരന്മാർ ഒരു മുറിക്കകത്ത് 10-15 പേര് ഒന്നിച്ച് കിടന്ന് അവർ രാവിലെ എഴുന്നേറ്റ് സ്തോത്രം ഹല്ലേലൂയ കാപ്പി കുടിച്ചു, ചായ കുടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇവിടെ രാവിലെ ഭാര്യയുടെ ഇരിക്കെ ചായ തന്നില്ലെങ്കിൽ ചീത്ത പറയുന്നവരൊക്കെ അവിടെ ആരോട് ചീത്ത പറയാനാ? സ്തോത്രം. രാവിലെ കമ്പിളിയും എടുത്തുകൊണ്ട് ജോലിക്ക് പോകാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അവരാണ് ഹല്ലേലൂയ ക്യാമ്പുകളൊക്കെ താമസിക്കുന്നു. അങ്ങനെ പാവപ്പെട്ട കുറേ ജനങ്ങൾ അവിടെയുണ്ട്. സ്തോത്രം. അവർ രാത്രി വന്നാൽ തന്നെ 8 മണിക്കൂർ 10 മണിക്കൂർ കഠിന ചൂടിൽ ജോലി ചെയ്തിട്ട് അവർ രാത്രി വന്നിട്ട് ഏതെങ്കിലും സ്തോത്രം എന്താണ് പച്ചക്കറിയോ അല്ലെങ്കിൽ പരിപ്പൊക്കെ എടുത്ത് സ്തോത്രം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അത് അവിയലായി തീർന്ന് സ്തോത്രം അവർ രാത്രിയിൽ ഉപ്പൂസുമായിട്ട് കഴിച്ച് കിടന്നുറങ്ങുന്ന ചില ജനത്തിൻ്റെ ഇടയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ രാജ്യമൊന്നുമല്ല, വലിയ അമീശ്വത സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സമൃദ്ധിയുടെ രാജ്യമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ള ജനം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, അവിടെയുള്ള നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടിയും പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞങ്ങൾ രാവിലെ സ്തോത്രം, ഞാൻ തന്നെയാണെങ്കിൽ രാവിലെ 8 മണിക്ക് ജോലിക്ക് പോയിട്ട് 3 പേരുടെ ജോലി ചെയ്ത് 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് സ്തോത്രം ജോലി കഴിഞ്ഞ് ഭവനത്തിൽ വന്ന് കുടുംബകാര്യങ്ങളൊക്കെ നോക്കി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുവാൻ സ്തോത്രം ഇടയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് സ്തോത്രം ജോസുമോനൊക്കെ അറിയാം, വ്യാഴാഴ്ച രാത്രിയിലൊക്കെ ഞങ്ങൾ വെള്ളിയാഴ്ച അവധിയാണല്ലോ, വ്യാഴാഴ്ച രാത്രിയിൽ സ്തോത്രം ഇവർ ക്യാമ്പുകളിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ദൈവമക്കളെ പിക്കുവാൻ വേണ്ടി ക്യാമ്പുകളിൽ സ്തോത്രം പോയി വണ്ടിയിട്ട് ഓടിച്ചെന്ന് അവരെ ഉണർത്തി, അവരെ കുളിപ്പിച്ച്, അവരെ ഉടുപ്പിടിയിച്ച് പ്രൈസ് ദി ലോർഡ് അവരെ സ്വന്തം വണ്ടിക്കകത്ത് ചവിട്ടി കയറ്റി ഹല്ലേലൂയ ഇവരെ സ്വത്രം ഞങ്ങൾ നയിക്കുന്നവരാണെന്ന് ഇന്ന് രാത്രി കാലം ഓർക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം, അവിടെ പ്രതികൂലത്തിന് നടുവിൽ ജനം ആരാധിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ഭവനങ്ങൾ ആരാധിക്കുന്നത് പോലെ സ്വന്തം ജനത്തിനോട് സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കുവാൻ ഇടമില്ല. അവർ പണിതിരിക്കുന്ന പ്രത്യേക ചർച്ചകളിൽ മാത്രമേ ആരാധിക്കുവാൻ വ്യവസ്ഥയുള്ളൂ. സ്തോത്രം. നമ്മുടെ നിയമം അതാണ് അനുവദിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഗൾഫിലൊക്കെ പോയുള്ള സഹോദരന്മാർക്കുണ്ട്, അവർക്കറിയാം അതൊക്കെ. സ്തോത്രം. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദേശത്തെക്കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട് സ്തോത്രം ഹല്ലേലൂയ അറബികളെ സ്നാനപ്പെടുത്തുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ സ്തോത്രം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. അവർ യേശുവിനെ അറിയുക. സ്തോത്രം. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്കും യേശുവിനെ ആവശ്യമുണ്ട്. അവരെയും യേശു സ്നേഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന സകലരെയും സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്തോത്രം അറബികളെയും കർത്താവ് സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനേക സ്തോത്രം ഹല്ലേലൂയ അറബികളുടെ ഭവനങ്ങളിൽ അണ്ടർഗ്രൗണ്ടുകളിൽ സ്തോത്രം ആരാധന നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ യേശുവിനെ അറിഞ്ഞ് കർത്താവിനെ ശക്തമായി ആരാധിക്കുകയാണ്. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് സ്തോത്രം ഇവിടെ രാവിലെ കർത്താവിൻ്റെ ദാസൻ്റെ സഭയിൽ പറയുവാനിടയായി, ഒരു അറബി സ്ത്രീക്ക് സ്തോത്രം ദൈവാത്മാവ് യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞ് നീ രക്ഷിക്കപ്പെടണം. സ്തോത്രം. സ്തോത്രം ഹല്ലേലൂയ. അവൾ രക്ഷിക്കപ്പെടുവാനിടയായി. സ്തോത്രം. അതിനുശേഷം യേശു പറഞ്ഞ എന്താണ്? നീ സ്തോത്രം മുങ്ങി സ്നാനപ്പെടുക.
ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞ് നമുക്കറിയാം സ്തോത്രം. മുങ്ങുന്ന ഒരു പരിപാടി കേട്ടു മാറെന്ന് നമുക്കറിയില്ല, കാരണം ബൈബിളിൽ സ്തോത്രം ആരും പഠിപ്പിക്കാനുമില്ല. അവൾ ആദ്യം എന്ത് ചെയ്തു സ്തോത്രം? ബാക്ക് ടബിൽ, നിനക്കറിയാമല്ലോ സ്തോത്രം, ബാത്റൂമിലുള്ള ബാത്ത് ടബിൽ സ്തോത്രം വെള്ളം നിറച്ചു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെള്ളം നിറച്ചിട്ട് കയ്യിലിരുന്ന കൊച്ചു കുഞ്ഞിനെ ആദ്യം മുക്കി സ്തോത്രം. രണ്ടാമത് നടന്നുപോയ കുഞ്ഞിനെടുത്ത് മുക്കി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവസാനം അവളും കയറിയ മുങ്ങി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, യേശു പറയുന്നത് സ്തോത്രം, അതുപോലെ അവൾ അനുസരിക്കുവാനിടയായി സ്തോത്രം. ഇത് രാത്രിയിൽ യേശു പറയുന്നത് ആരെങ്കിലും അനുസരിക്കാമെങ്കിൽ അവനെ യേശു അനുഗ്രഹിക്കുവാനിടയാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മ ഇവിടെ ഈ സ്തോത്രം മീറ്റിംഗ് നടക്കണ്ട, അമ്മേ ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത്, ഇത്ര പ്രയാസപ്പെട്ട് പറയുന്നത്, ആരെങ്കിലും ഒന്ന് ഹല്ലേലൂയ ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങാൻ വേണ്ടിയാ സ്തോത്രം. ഹല്ലേലൂയ. ഉള്ള കാര്യം പറഞ്ഞേക്കാമല്ലോ സ്തോത്രം. ഇന്ന് രാത്രിയിൽ അവർ തീരുമാനമെടുത്തിട്ട് പോകാമുള്ളൂ. നാളെ പകൽക്കാലം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊള്ളത്തിൽ ഇറങ്ങിയിരിക്കും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇത് നിസ്സാരമായ കാര്യമല്ല. എന്താണെന്നറിയാമോ? ഒരു സ്വർഗമുണ്ട് കേട്ടോ സ്തോത്രം, ഒരു നരകമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ കൊണ്ടുപോകുവാനാണ് യേശു ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് യേശു ഇത്രമാത്രം ജനത്തെ വിളിച്ച് വേർതിരിച്ചിട്ട് അവൻ യേശുവിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അവന്റെ ഉദ്ദേശം എന്തെന്നറിയോ സ്തോത്രം? അവൻ ആത്മാവിന്റെ നരകത്തിൽ കൊണ്ട് തള്ളിയിട്ട് അവൻ തീപ്പൊയ്യെ തള്ളിയിട്ട് എന്നേക്കുമായി സ്തോത്രം അവനെ അഗ്നിക്കകത്ത് തള്ളിയിടുവാൻ അവൻ പദ്ധതി ഇടുമ്പോൾ ഇന്ന് രാത്രി ചിലരെ രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എത്തിയിട്ടുണ്ട് സ്തോത്രം. ചിലരെ യേശുവിന് വേണ്ടി വേർതിരിക്കുവാൻ അവൻ എത്തിയിട്ടുണ്ട് സ്തോത്രം. നിന്റെ ഹൃദയം ഒന്ന് യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. അവൻ നിനക്ക് ലഭിക്കുന്നത് നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരിക്കലും ഒരു ന്യൂസ് പേപ്പറിൽ ഒരു കാര്യം ഇങ്ങനെ എഴുതി വെക്കുവാനിടയായി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കുറെ ശാസ്ത്രജ്ഞന്മാർ അവർ ഭൂമിക്കടിയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയുവാൻ വലിയൊരു കുഴി കുഴിക്കുവാനിടയായി. ആഴങ്ങളിലുള്ള ഹോള് ഇടുവാനിടയായി. അപ്പൊ താഴ്ത്തി 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 ഹോൾ ഇങ്ങനെ കുഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് കുറേ ആഴ്ചകൾ അതിന്റെ ആഴങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു ക്യാമറ ഘടിപ്പിച്ച ഒരു നൂല് ഇതിനകത്ത് ഇറക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആഴങ്ങളിലോട്ട്, കുഴിയുടെ ആഴങ്ങളിലോട്ട് ഈ ക്യാമറ ഇറങ്ങിച്ചെന്ന് ഇതുപോലെ ക്യാമറ ഇറങ്ങി ചെല്ലുവാനിടയായി. ക്യാമറ ഇറങ്ങിയ സ്തോത്രം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടിയിൽ എന്ത് സംഭവിക്കുന്നു സ്തോത്രം. ഇറങ്ങി ഓരോ തട്ടുകൾ ഭൂമിയുടെ അണ്ടറുകൾ കാണുവാനിടയായി. അവസാനം കാണുന്നു ഹല്ലേലൂയ, അനേകർ അവിടെ കിടന്ന് നിലവിളിക്കുന്നു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെയോ നിലവിളിക്കുന്നു, ആരൊക്കെയോ കരയുന്നു, ആരൊക്കെയോ വിമർശിക്കപ്പെടുന്നു, ആരൊക്കെയോ അവൻ ജരികുന്നു സ്തോത്രം. രാത്രി വിളിച്ചു പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നരകമുണ്ട്. ആ നരകത്തിൽ പോകാതിരിക്കുവാനാണ് ഇത് രാത്രിയിൽ യേശു ഹല്ലേലൂയ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരുന്ന പിതാവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ കൺവെൻഷന്റെ 3-ാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ തന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, സ്വർഗ്ഗമങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം. കർത്താവേ, ഞങ്ങളൊന്നുമില്ല, നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. രാത്രി നിന്റെ വചനം പ്രഘോഷിക്കുവാൻ, യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി കർത്താവെ ക്രമീകരിച്ച സംഘാടകരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നീ സമൃദ്ധിയോടെ അനുഗ്രഹിക്കണം. കടന്നു വന്ന ജനത്തെ അനുഗ്രഹിച്ചാലും അന്ധകാര ശക്തി, ഇരുട്ടിന്റെ ശക്തിയിൽ നിന്ന് ഇത് രാത്രിയെ വിടിക്കുമാറങ്ങനെ പ്രാർത്ഥിക്കുന്നു. നസ്രേനായ യേശുവിന്റെ നാമത്തിൽ പാപങ്ങളെയും തേളുകളെയും ശത്രുവിന്റെ സകലവനത്തെ ചവിട്ടുകയാണ്. എല്ലാ അന്ധകാര ശക്തി, പൈശാചിക പോരുകളെയും ഇരുട്ടിന്റെ പ്രവൃത്തികളെയും ഈ ദേശത്ത് ഞങ്ങൾ ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ബുദ്ധിമുട്ടുകൾ തുറക്കപ്പെടട്ടെ. ആമേ ഹാളലി അഭിചാരങ്ങളെ, നേർച്ചകാഴ്ച പൂജകളെ, ആമേ ഹാളലി ദുർഘടങ്ങളെ സ്തോത്രം. ഇത് രാത്രി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ദേശാവധിക ശക്തിയെ യേശുവിന്റെ നാമത്തിൽ വെട്ടി അതിനെ ധരിപ്പണമാക്കിയാണ്. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.
നമുക്കൊരു വാക്യം വായിക്കാമല്ലോ. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 verses 27. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അവരോട് ജാതികളിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാത്രി ഇതിനെപ്പറ്റി അല്പം ചിന്തിക്കുവാനിടയായി. ഇത് രാത്രിയിൽ അല്പസമയം ഇതിനെപ്പറ്റി ചിന്തിച്ച് അമേശ്വരം നമ്മൾ ആരാധിച്ച് വിടുതലെടുക്കാൻ പോകുകയാണ്. ആരാധനയിൽ ക്ഷണം മുന്നോട്ട് കടന്നു വരിക. എല്ലാവരും കടന്നു വരിക. സ്വത്രം. ആരാധനയിൽ വലിയ വിടുതൽ രാത്രിയുണ്ട്. രോഗികളെ കർത്താവ് സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും. വിടുതലില്ലാത്ത ചില കേസുകൾ രാത്രി കർത്താവ് വിടുതൽ തരും. സ്വത്രം. അന്ധകാര ശക്തി പൈശാചിക പോരുകളെ കർത്താവ് തകർത്ത് തരിപ്പണമാക്കും. ഇത് രാത്രി ഹല്ലേലൂയ. പൈശാചിക മണ്ഡലങ്ങളിൽ സ്വത്രം ദൈവത്തിന്റെ മണ്ഡലങ്ങളോട് സ്വത്രം അറുത്തു മുറിച്ച് മാറ്റി ചിലരെ വേർതിരിക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മ വെളിപ്പാട് ദൂതറിയിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് പ്രാർത്ഥനയോടെ ഇരിക്കുക. സ്വത്രം. ഇത് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മിസ്ത്രി, ഞാൻ പറഞ്ഞല്ലോ, ഈ മർമ്മം സ്വത്രം ഈ ദേശത്ത് പ്രസംഗിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ മർമ്മം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, സ്വത്വ മഹിമാധനം. നമ്മുടെ എത്ര കോടികൾ സ്വത്രമുണ്ടാക്കിയാലും, ഈ ഭൂമിയിലുള്ള സകല സ്വത്തുകൾ വിറ്റാലും, ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങൾ കൊടുത്താലും ആവേശത്തിൽ ലഭിക്കാത്ത മഹിമാധനമാണ് കർത്താവായ യേശുവിന്റെ രക്ഷ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രി ആ രക്ഷയാണ് സ്വത്ര നിങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ രക്ഷയെ കുറിച്ച് സ്വല്പനേരം സംസാരിച്ച് ദൈവപാദം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു സഹോദരന്റെ പേര് ബാബു. അദ്ദേഹം വിശ്വത്തിന് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹോദരനായിരുന്നു. പേര് ബാബു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അബുദാബിയിൽ ജോലിക്ക് കടന്നു വരുവാനിടയായി. ഈ മനുഷ്യൻ ഹല്ലേലൂയ ഒരിക്കൽ ആവേശത്തെ മരിക്കുവാനിടയായി. ക്യാമ്പിൽ താമസിക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. സ്വത്രം. ഇദ്ദേഹത്തെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നവരൊക്കെ എന്ത് ചെയ്തു? നേരെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. നമ്മുടെ മഫ്രഖ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. വലിയ ഹോസ്പിറ്റലാണ്, അറബികളുടെ ഹോസ്പിറ്റലാണ്. അവിടെ ഹല്ലേലൂയ എമർജൻസിയിൽ കൊണ്ട് ഇദ്ദേഹത്തെ കയറ്റുവാനിടയായി. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. സ്വത്രം. ഇദ്ദേഹം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നാണ്? ബാബു എന്നാണ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയിൽ ഹിന്ദുവാണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി, നീ ബുദ്ധമതത്തിൽ സ്വതം വിശ്വസിക്കുന്ന ആണെങ്കിലും ശരി, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. സ്വത്രം. ഈ മനുഷ്യന് എന്തുണ്ടായി? ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇദ്ദേഹം സ്വത്രം എമർജൻസിയിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നഴ്സുമാർ കടന്നു വന്നു. ചിലർ ഇഞ്ചക്ഷൻ എടുക്കുന്നു, ചിലർ സ്വത്രം പ്രഷർ BP ടെസ്റ്റ് ചെയ്യുന്നു, ചിലർ ഹാർട്ടിൻ്റെ ഹല്ലേലൂയ ഇടിപ്പ് നോക്കുന്നു, ECG എടുക്കുന്നു. ഡോക്ടേഴ്സ് കടന്നു വന്നേ എല്ലാവരും നോക്കി. ഹല്ലേലൂയ. അവസാനം ഡോക്ടർ വിധിയെടുത്ത് ഈ മനുഷ്യൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ മരിച്ചു. ഡോക്ടേഴ്സ് മരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? കയ്യിൽ എഴുതി ഒരു സ്ലിപ്പ് ഉണ്ടാക്കും അല്ലേ? സ്വത്രം കണ്ടിട്ടുണ്ടോ? റബ്ബർ ബാൻഡിൽ സ്വത്രം അത് കൈക്കകത്ത് കയറ്റിയിടും. ഇവൻ മരിച്ചെന്ന് പറഞ്ഞു. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യനെ എന്ത് ചെയ്തു? അടുത്തുള്ള സ്വത്രം പ്രത്യേകമല്ല ഒരു മുറിക്കകത്തോട്ട് തള്ളപ്പെടുവാനിടയായി. എന്താണ് എഴുതി വെച്ചത്? മരിച്ചു. അങ്ങനെ കിടക്കുമ്പോൾ സ്വതം ഒരിക്കൽ അമേശ്വരം ഏകദേശം രാത്രിയുടെ യാമത്തിൽ വെളുപ്പിനുടെ യാമത്തിൽ ഈ മനുഷ്യൻ കാണുകയാണ്, ബാബു എന്ന സഹോദരൻ കാണുകയാണ്, ഒരു നീളമേറിയ മനുഷ്യനും ചില സ്വത്രം ഹല്ലേലൂയ സിസ്റ്റേഴ്സും ചില നേഴ്സുമാരും ഒന്നിച്ച് ഈ മനുഷ്യന്റെ മുറിയിൽ കടന്നു വന്നു. നീളമേറിയ മനുഷ്യൻ ഈ മുറിയിൽ കടന്നു വന്നു. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ സ്വത്രം ഈ ബാബുവിനോട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനോട് ചോദിക്കുകയാണ്, ദൈവദാസ പേരെന്താന്ന് ചോദിച്ചാൽ ദൈവദാസൻ പറയും. എന്തു പറഞ്ഞേ? പേരെന്താ? ശമുവേൽ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവദാസനോട് പറയുകയാണ്, ബാബു അപ്പോൾ ബാബു എന്ന് പറഞ്ഞു. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ദൈവദാസനോട് വേറെന്തോ ഒരു ഭാഷയിൽ ഞാൻ ചോദിക്കുകയാണ്, ബാബു. അപ്പൊ ഈ ദൈവദാസൻ പറയും ബാബു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ വലിയ മനുഷ്യൻ ഡോക്ടർ വന്നിട്ട് ഈ ബാബുവിനോട് സ്വത്രം ബാബുവിന് അറിയാത്തൊരു ഭാഷ പറഞ്ഞു. സ്വത്രം. ബാബുവിന് അറിയാത്തൊരു ഭാഷ പറഞ്ഞു. മലയാളം ചോദിച്ചെങ്കിൽ മാത്രമേ ബാബുവിന് അറിയാവുള്ളൂ. ഈ പുള്ളി ഇംഗ്ലീഷ് വല്ല പറഞ്ഞ വേറെന്തോ ഭാഷ പറഞ്ഞു. സ്വത്രം.
ഈ അറിയാവുന്ന ഭാഷ, അറിയാൻ മേലാത്ത ഭാഷ ബാബു കേട്ടിട്ട് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, എൻ്റെ അസുഖം ഇതാണ്, എന്താണ്, ഹാർട്ട് പേഷ്യൻ്റ് ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഡോക്ടറിനോട് പറയുവാനിടയായി. ഡോക്ടർ സ്വത്രം ചെക്ക് ചെയ്തു. ഡോക്ടർ ഹല്ലേലൂയ ബാബുവിൻ്റെ ചെസ്റ്റിലേക്ക് ഒന്ന് കൈവച്ചിട്ട് അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ സ്വത്രം ഡ്യൂട്ടിയിലായിരുന്ന നേഴ്സുമാർ പയ്യെ റൗണ്ട് ട്രിപ്പിന് അവിടെ വന്നു. അമീശ്വരൻ ഡോറ് തുടങ്ങി. ഇപ്പോഴത്തെ ബാബു സ്വത്രം അവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബാബു സ്വത്രം കട്ടിലേല് ഇരിക്കുകയാണ്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ട നേഴ്സിന് ഒറ്റ മരിച്ചു വരുന്ന എഴുന്നേറ്റിരിക്കുന്നു. സ്വത്രം. ഡോക്ടർ ഇന്നലെ തള്ളിക്കളഞ്ഞ എന്താണ്, ഇവൻ മരിച്ചു എന്ന് എഴുതി സ്റ്റിക്കർ കൊണ്ട് അവൻ എഴുതി വെച്ചിട്ട് അവനെ സ്വത്രം മരിച്ചുപോയി കിടക്കുന്ന മുറിക്കാൻ തള്ളി. രാവിലെ നേഴ്സിൽ നിന്ന് തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് ബാബു ആള് നല്ല കറുത്ത മനുഷ്യനാണ്. പുള്ളിയുടെ പല്ല് മാത്രം വെളുത്തുള്ളൂ. ഒന്നുകൂടെ ചിരിച്ചൂടെ കാണിച്ചു. സ്വത്രം. നല്ല കറുത്ത മനുഷ്യൻ, പല്ല് നല്ല വെളുത്തതാണോ, പ്രത്യേകിച്ച് ഇരുട്ടത്തൊന്ന് ചിരിച്ചൂടെ കാണിച്ചാലോ, ഒയ്യോ ഇത് ഭൂതം തന്നെ. സ്വത്രം. ഒറ്റ ഓടി. സ്വത്രം. രാത്രിയിൽ ഡ്യൂട്ടിക്കിരുന്ന ഡോക്ടറോടെന്ന് പറഞ്ഞു. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ സ്വത്രം അടുത്ത ആൾ വരണമല്ലോ, സ്വത്രം കൈമാറണമല്ലോ, അതിൻ്റെ തിരക്കിലാണ്. ഡോക്ടേഴ്സ് പോകാൻ റെഡിയായി നിൽക്കൊണ്ടിരിക്കും. ഡോക്ടർ പറഞ്ഞു, സ്വത്രം മനുഷ്യനോട് എഴുന്നേറ്റിരിപ്പുള്ളൂ. സ്വത്രം. ഡോക്ടർ പറഞ്ഞു, ഇംപോസിബിൾ. ഞാൻ 5 വർഷം സ്വന്തം മെഡിസിൻ പഠിച്ചു. ഞാൻ ഉപരിപഠനത്തിന് ഞാൻ അമേരിക്കയ്ക്ക് പോയി, UK പോയിട്ട് ഞാൻ 10 വർഷം പഠിച്ചു. ഞാനിപ്പോൾ ഹല്ലേലൂയ ഇതിൻ്റെ ഹാർട്ടിൻ്റെ വലിയ എന്താണ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഹാർട്ട് മാറ്റിവെക്കുന്ന ആളാണ്. സ്വത്ര. ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. അയാൾ മരിച്ചയാളാ. ഇംപോസിബിൾ. അയാൾ ജീവിക്കത്തില്ല. നേഴ്സ് പറഞ്ഞു, ഞാൻ കണ്ടു ഡോക്ടർ, ഞാൻ കണ്ടു അത് ഭൂതമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടു ആൾ ഇരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു, ഹല്ലേലൂയ എനിക്ക് തന്നെ പോകാൻ പേടിക്കാൻ 2-3 പേരുണ്ട്. വാ. സ്വത്രം. 2-3 പേരുമായിട്ട് സ്വന്തം കമോണ്ടർമാരുണ്ട്. അവർ കയ്യിൽ സ്വന്തം ഹല്ലേലൂയ ടെലിസ്കോപ്പിലൊക്കെ പിടിച്ച്, ഒരാൾ സ്വന്തം ഓപ്പറേഷൻ്റെ കത്തിയൊക്കെ പിടിച്ച് പയ്യെ ചെല്ലുകയാണ്. കൂടെ 2-3 നേഴ്സുമാരുണ്ട്, തലേദിവസത്തെ നേഴ്സുമാർ. എന്തിനാണ്? പ്രൈസ് ദി ലോർഡ്. പുള്ളിയാണല്ലോ എഴുതി വിട്ടത് ഈ പുള്ളി മരിച്ചെന്ന്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു? പയ്യെ സ്വന്തം ഡോർ തുറന്നു നോക്കിയപ്പോൾ ഈ മനുഷ്യൻ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ്റെ പുറകെ മാത്രമേ കാണുന്നുള്ളൂ. ഡോറ് തുറന്ന സ്വന്തം ശബ്ദം കേട്ട് പ്രൈസ് ദി ലോർഡ് ഈ ബാബു പയ്യെ തിരിഞ്ഞു നോക്കിയിട്ട് ഡോക്ടറെ ചിരിച്ചു കാണിച്ചു. ഡോക്ടറെ പിന്നെ കൈവന്ന് വെച്ചു. പ്രൈസ് ദി ലോർഡ്. രണ്ടും കൽപ്പിച്ച് ഡോക്ടർ ഈ മുറിക്കകത്ത് പ്രവേശിക്കുവാനിടയായി. വിറയലോടെ പ്രവേശിക്കുവാനിടയായി. സ്വത്രം. അവൻ MBBS അവിടെ പോകുവാനിടയായി. ഹല്ലേലൂയ. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. പയ്യകത്തി എന്നിട്ട് ചോദിച്ചു, സ്വത്രം ബാബു അല്ലേ? അരെ ബാബു. ഈ പുള്ളി പറഞ്ഞു, ഞാൻ ബാബു. യെസ് ബാബു. നഴ്സ് പറഞ്ഞു, ചെക്ക് ചെയ്യും. നേഴ്സ് ഒരാൾ ഓടി വന്നു, പ്രഷർ ചെക്ക് ചെയ്ത്, മറ്റൊരാൾ BP ചെക്ക് ചെയ്ത്, മറ്റൊരാൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത്, ഒരാൾ സൂചി കുത്തി കയറ്റി ബ്ലഡ് വലിച്ചെടുത്തു. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഒരാൾ ടെലിസ്കോപ്പ് എടുത്ത് നോക്കി, ഒരാൾ ECG മെഷീൻ കൊണ്ടുവന്ന്, എല്ലാവരും ഭയങ്കര ചെക്കിങ്. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിധി പറഞ്ഞു, ഈ മനുഷ്യൻ ഹാർട്ട് പേഷ്യൻ്റ് അല്ല. അപ്പം ഈ മരിച്ചെന്ന വിധി എഴുതിയ ആ ഡോക്ടർ തന്നെ അവിടെ എഴുതി വെച്ചു, അമീശ്വരൻ ഇവൻ മരിച്ചിട്ടില്ല, ഇവൻ ഹാർട്ട് പേഷ്യൻ്റും അല്ല, ഇവന് അങ്ങനെ കുഴപ്പമില്ല. ഈ ബാബുവിനോട് സ്വന്തം ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, ബാബു ഇവ എന്ത് സംഭവിച്ചു? ബാബു പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ഇന്നലെ രാത്രി ഒരു വലിയ ഡോക്ടർ വന്നു. നിങ്ങളെക്കാളൊക്കെ ഉയരമുള്ള ഡോക്ടറാ. കണ്ടാ വലിയ സുന്ദരനാ കേട്ടോ. സ്വത്രം. നിന്നെ പോലെ പാലസ്തീനിയൊന്നുമല്ല. നല്ല സ്വത്രം കോമളത്തമുള്ള രൂപമാണ്. പുള്ളി വന്നത് തന്നെയല്ല, 2-3 നേഴ്സുമാരെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലല്ല കേട്ടോ. അവരെ കാണാനും നല്ല ഭംഗിയായിരുന്നു. സ്വത്രം. അവരെൻ്റെ അരികെ വന്നു. ആ ഡോക്ടർ എന്നോട് അറിയാൻ മേലാത്ത ഊദാബ സൂഷ ഒരു ഭാഷ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. എനിക്കറിയാവുന്ന ഭാഷ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എന്താണ് ഡോക്ടറെ, എനിക്ക് ചെസ്റ്റ് പെയിൻ ആണ്, എന്നെ രക്ഷിക്കണം. ഡോക്ടർ ഒന്നും ചെയ്തില്ല. പുള്ളി ഒന്ന് കൈ ഇങ്ങനെ എൻ്റെ ചെസ്റ്റിലൂടെ ഒന്ന് ഓടിച്ചിട്ട് അങ്ങ് പോയി. സ്വത്രം. ഈ ഡോക്ടർക്ക് ഒരു പിടുത്തവും കിട്ടില്ല. ഈ പാലസ്തീനിയൻ ഡോക്ടർക്ക് ഒരു പിടുത്തവും കിട്ടില്ല. പുള്ളി പറഞ്ഞു, നീ പൊക്കോ, എന്ത് എന്തായാലും നിന്നെ ഡിസ്ചാർജ് ചെയ്യണം, നീ പൊക്കോ, നിനക്ക് കുഴപ്പമൊന്നും പൊക്കോളാം. മാസലാം. പ്രൈസ് ദി ലോർഡ്. മാസലാം എന്ന് പറഞ്ഞാൽ അറബിക്കാണ് മാസലാമ. മാസലാം എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. കീഫാലക് എന്ന് പറഞ്ഞാൽ സൗഖ്യമാണെന്നോ? കീഫാലക് അറബിയാണ് കേട്ടോ. കീഫാലക്. ഹവാറി എന്ന് ചോദിക്കത്തില്ല, കീഫാലക്. എല്ലാവരും പഠിച്ചു വെച്ചോ. എന്തായാലും ഗൾഫിൽ പോകുമ്പോഴത്തേക്ക് അറബിയെ കാണും പറയണം കീഫാലക്. സ്വത്രം. അങ്ങനെ സ്വത്രം ഇദ്ദേഹം കരം കൊടുത്തിട്ട് പോയി. സ്വത്രം. പക്ഷെ പോകുന്ന വഴിയെല്ലാം വിശ്വത്തിൽ ചിന്തിക്കണം, ഈ ഡോക്ടർ ഏതാ?
ഈ മനുഷ്യൻ സ്വത്രം പോയിട്ട് തിരിച്ചു വന്നു. സ്വത്രം ഈ മഫ്രയ്ക്ക് വന്നിട്ട് പറഞ്ഞു, ഒരു വലിയ നീളമുള്ള ഡോക്ടറുണ്ട്, അതുകൊണ്ട് ഡോക്ടറെ എനിക്കൊന്ന് കാണണം. സ്വത്രം ഇവർ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് മുഴുവൻ പരിശോധിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഡോക്ടർ ഇവിടെ ഇല്ല കേട്ടോ. സ്വത്രം എല്ലാം പൊക്കമില്ലാത്ത ഡോക്ടറാണ്. സ്വത്രം ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ നീളമുള്ളൊരു ഡോക്ടർ ഇല്ല. ഈ മനുഷ്യൻ നേരെ അബുദാബിയിലുള്ള സെൻട്രൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നീളമുള്ളൊരു ഡോക്ടറെ കാണണം, ഇത്രയും നീളമുണ്ട്, പ്രൈസ് ആ ഡോക്ടറെ കാണും. സ്വത്രം അവരും ഈ ഡോക്ടറിന്റെ ലിസ്റ്റെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അവിടെ നീളമുള്ളൊരു ഡോക്ടർ ഇല്ല. സ്വത്രം അപ്പോൾ സ്വത്രം ഈ മനുഷ്യൻ ചിന്തിച്ചു, എവിടെ നീ ഡോക്ടർ വന്നു? സ്വത്രം അങ്ങനെ സ്വത്രം ഈ മനുഷ്യൻ പയ്യെ ഹല്ലേലൂയ പാർക്ക് ചെന്നിരിക്കാനിടയായി. അവിടെ ചെന്നപ്പോൾ ഒരു പാപ സഹോദരൻ, ഇവരെ പോലുള്ള പാപ സഹോദരങ്ങൾ ട്രാക്റ്റുമായിട്ട് നടക്കുകയാണ്. സ്വത്രം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സുവിശേഷം പറയുക, അത് മാത്രമേ ഇവരുടെ ജോലിയുള്ളൂ. ഇന്ന് രാത്രി ഇവർ ഇവിടെ ഇരിക്കുന്നത് പോലെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ പ്രൈസ് ദി ലോർഡ് അവിടെ ഒരു സഹോദരൻ കടന്നതിന് വേണ്ടിയായി. അപ്പോൾ ഈ സഹോദരൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ഡോക്ടറെ തന്നെ അന്വേഷിച്ച് വന്നതാണ്. ഈ സംഭവങ്ങളെല്ലാം ഇദ്ദേഹത്തിന് പറഞ്ഞു. സ്വത്രം ഹല്ലേലൂയ. ഈ സഹോദരനെ പിടികിട്ടി ആരാണ് ഈ ഡോക്ടർ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ ഡോക്ടറായിരുന്നു സ്വത്രം നസ്രനായ യേശു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ സഹോദരൻ പറഞ്ഞു, എന്താണെന്നറിയാമോ, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി സ്വത്ര നിന്റെ ഹാർട്ടിന്റെ അസുഖം മാറ്റുവാൻ നസ്രനായ യേശു കടന്നു വന്നു. സ്വത്ര പക്ഷേ യേശുവിന് സ്വത്ര നിന്റെ ഹാർട്ടിനെ മാത്രം സൗഖ്യമാക്കാനല്ല, നിന്റെ ആത്മാവിനെ സൗഖ്യമാക്കാനുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ആ സഹോദരനുമായി സ്വത്ര ഒരു പാസ്റ്ററിലേക്ക് ചെന്ന് സുവിശേഷം കേട്ട് ആ സഹോദരൻ രക്ഷിക്കപ്പെടുവാനിടയായി. രക്ഷിക്കപ്പെട്ടത് മാത്രമല്ല, ആ സഹോദരൻ സ്നാനപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇത് ആമേൻ. ദൈവസഭയെ സഖ്യമായിട്ട് കർത്താവിനെ ആരാധിക്കുകയാണ്. സ്വത്രം ഈ ബാബു എന്ത് ചെയ്തു? സ്വത്രം നാട്ടിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ രക്ഷിക്കപ്പെടുവാനിടയായി. അമ്മയോട് പറഞ്ഞു, അമ്മ രക്ഷിക്കപ്പെടുവാനിടയായി. അപ്പനോട് പറഞ്ഞു, അപ്പൻ രക്ഷിക്കപ്പെടുവാനിടയായി. സഹോദരന്മാരോട് പറഞ്ഞു, സഹോദരന്മാരെ രക്ഷിക്കപ്പെടുവാൻ. സ്വത്രം ഒറ്റ മാസം കൊണ്ട് നാട്ടില് കുടുംബത്തിലുള്ള 7 എണ്ണത്തിന് മുക്കിയിട്ടാണ് ബാബു തിരിച്ചു വന്നത്. അതാണ് ഹല്ലേലൂയ യേശുവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തോ ബാക്കിയുണ്ടായിരുന്ന ബാബുവിനെ യേശു സ്നേഹിക്കുവാനാണ്. എന്നെക്കൊക്കെ ദൈവം ചെയ്തല്ലേ, നീ ഏത് ബാക്കിലുണ്ടായാലും ശരി, നീ ഹിന്ദുവായാലും ശരി, മുസ്ലിം ആയാലും ശരി, പ്രൈസ് ദി ലോർഡ്, നീ ഹല്ലേലൂയ ഏത് ബാക്കിലുണ്ടായാലും ശരി, ഹല്ലേലൂയ നീ ബുദ്ധമതത്തെ സേവിക്കുന്ന ആളാണ് ശരി, ഇത് രാത്രി യേശു നിന്നെ സ്നേഹിക്കുകയാണ്. നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്ക. യേശു നിന്നെ നിത്യതയെ കൊണ്ടുപോകാൻ ഇത് രാത്രി ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Thank you, Jesus. 2008, one of the most effective tools to reach people worldwide is internet. International God Ministries is more committed than ever to using this powerful and effective instrument as a special friends of this ministry. You are among the first to take a tour of our new website www.igodministries.com. എന്താണ് 4-ാം അധ്യായം അതിന്റെ 3 മുതൽ 4-ാം വാക്യം വരെ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ അതാർക്ക് മറഞ്ഞിരിക്കുന്നു? നശിച്ചു പോകുന്നവർക്ക് പറഞ്ഞിരിക്കുന്നു. സുവിശേഷം മറഞ്ഞിരിക്കുന്നു. സുവിശേഷം മറഞ്ഞിരിക്കുന്നു. അത് വെളിപ്പെടുത്തുന്നതാണ് സുവിശേഷ ശുശ്രൂഷ എന്ന് പറയുന്നത്.
ആ മറഞ്ഞിരിക്കുന്ന മർമ്മത്തെ അവൻ വെളിപ്പെടുത്തുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ ഈ ഭൂമിയിൽ അവൻ ആഴങ്ങളിൽ സ്വത്രം കുഴി കുഴിക്കുമ്പോൾ അതിൽ വെള്ളം വരും നിങ്ങൾക്കറിയില്ല. സ്വത്രം ആ വെള്ളം മറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ സ്വത്രം കിണർ കുത്തുമ്പോൾ അത് എത്രയോ അടികൾ താഴ്ന്നു കഴിയുമ്പോഴാണ് വെള്ളം വെളിപ്പെട്ടു വരുന്നത്. സുവിശേഷം ജാതികൾക്ക് മറഞ്ഞിരിക്കുന്നു. ആ മർമ്മത്തെ തുറന്നു കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ 2009 വർഷത്തോടും ചിന്തിച്ച് നോക്കി. കാൽവറിയിൽ യേശു 2 കള്ളമാണ് നടുവിൽ എനിക്ക് നിനക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായി. യേശുവിന്റെ മുൻഭാഗം അവൻ രക്ഷയെ കുറിച്ച് വിളിച്ചു പറയുന്നു. അവന്റെ പിൻഭാഗം അടിയേറ്റ് അവൻ ഒന്ന് കുറയാ 39 അടിയേച്ചിട്ട് 33 വയസ്സ് ചെറുപ്പക്കാരൻ. ഹല്ലേലൂയ. കോമളത്വമുള്ളവൻ, ആരോഗ്യമുള്ളവൻ. അവൻ ലോകമാനവരാശിക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയായി. സ്വത്രം. എന്തിനാണെന്നറിയാമോ? എൻ്റെ നിങ്ങളുടെ ആത്മാവിന്റെ വിലയ്ക്ക് വേണ്ടി അവൻ ഭൂമിയിൽ അവന്റെ രക്തം, വിലയേറിയ രക്തം, പാപമില്ലാത്ത രക്തം ചൊരിയുവാനിടയായി. ഇന്ന് രാത്രിയിൽ ആ രക്തത്തിൽ വിശ്വസിക്കുന്നു. പാപമോചനം നിനക്കൊണ്ട് കേട്ടോ. നീ മാനസാന്തരമായിട്ട് ദൈവസന്നിധി വിളിച്ചു പറ. യേശുവിന്റെ രക്തം നിന്റെ സകല പാപങ്ങളെ കഴുകും. ഈ പാപങ്ങളെ കഴുകി കഴിയുമ്പോൾ യേശു നിന്റെ ഉള്ളിൽ പ്രവേശിക്കാനിടയാം. നോക്ക്, കാൽവരിയിലോട്ട് നിനക്ക് വേണ്ടി തകർന്നു കിടക്കുകയാണ്. അവൻ മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ആ ഉയർത്തെഴുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ അവനൊരേ ഒരു ആഗ്രഹമുള്ള നിന്റെ അവൻ ആത്മാവിൽ ചെല്ലുക. സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക്. ഹല്ലേലൂയ. സ്വത്രം. ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ആരും നശിച്ചു പോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സത്യസുവിശേഷമാണ് ഇന്ന് രാത്രി കേൾക്കുന്നത്. ഹല്ലേലൂയ. അവനിൽ വിശ്വസിച്ചാൽ, യേശുവിനെ വിശ്വസിച്ചാൽ, യേശുവിനെ നിന്റെ ഹൃദയത്തിലോട്ടൊന്ന് ഹല്ലേലൂയ സ്വാഗതം ചെയ്താൽ ഇന്ന് രാത്രി നിനക്ക് ലഭിക്കുന്നത് ആ മർമ്മമാണ് കേട്ടോ, മഹിമാധനമാണ് കേട്ടോ, ആ സുവിശേഷമാണ് കേട്ടോ. നീ നശിച്ചു പോകാതെ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ ഒരുക്കുന്ന ഹല്ലേലൂയ നിന്നെ സ്വതന്ത്രം നിത്യതയിൽ എഴുതി വെക്കുന്ന ഒരു മഹാപ്രൈസലോ സംഭവമായിരിക്കും, മഹാ അത്ഭുതമായിരിക്കും നടക്കുന്നത്. ക്യാൻസർ രോഗി സൗഖ്യമാക്കുന്നതല്ല അത്ഭുതം. മുഖന്തരം എഴുന്നേറ്റ് നടക്കുന്നതല്ല അത്ഭുതം. സിഗരറ്റ് കേൾക്കുന്നതല്ല അത്ഭുതം. അതൊക്കെ ദൈവത്തിന് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാ. നിന്റെ പട്ടിണി മാറ്റുന്നതല്ല അത്ഭുതം. നിന്റെ ആധാരം മടക്കി കിട്ടുന്നതല്ല അത്ഭുതം. ഇന്ന് രാത്രിയില് നിന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നത് അത്ഭുതം എന്ന് പറയുന്നത്. സ്വത്രം. അത്ഭുതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ച് പോകുന്നവർക്ക് എത്രയും മറഞ്ഞിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറഞ്ഞിരിക്കുന്നത് തുറന്നു കാണിക്കുവാൻ നിന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് കർത്താവിന്റെ ആത്മാവെന്ന് പറയുന്നത്. നിരാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരികയാണ്. നിന്റെ ഹൃദയം കഠിനമാകാതെ ഹൃദയം ദൈവസന്നിധിയിൽ തുറന്നു കൊടുത്താൽ ഭാരമോരിക്കുന്ന നിന്റെ ഹൃദയത്തെ അത് മാംസമാക്കി മാറ്റുവാൻ എന്റെ